അധികാരം അത് എന്നും തലസ്ഥാന നഗരിയിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മളുടെ വീട്ടിലേക്കുള്ള വഴിയുടെ അറ്റകുറ്റപ്പണി, കുടിവെള്ളത്തിന്റെ ശുദ്ധി, അതുപോലെ നമ്മുടെ കുട്ടികൾ കളിക്കുന്ന പാർക്ക്, ഇതിന്റെ എല്ലാം അധികാരം ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന തദ്ദേശ കൗൺസിലുകളുടെ കയ്യിലാണ്. എന്നാൽ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ അധികാരമൊക്കെ ഉപയോഗിച്ച് നാം ചെയ്യേണ്ട വികസനം ഏതാണെന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട വികസന മാതൃകകളുമായി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ പ്രമുഖ തിങ്ക് ടാങ്കുകളുടെ വിശകലനങ്ങൾ, കൂടാതെ ബ്രിട്ടനിലെ പ്രാദേശിക കൗൺസിലുകളുടെ വിജയകരമായ 5 പദ്ധതികളും അത് കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കാമെന്നും ഗ്ലോബൽ ടോക്സ് വിത്ത് അബിയിലൂടെ നമുക്കിത് ചർച്ച ചെയ്യാം. സോ വെൽക്കം എവ്രി വൺ ടു ദ ഗ്ലോബൽ ടോക്സ് വിത്ത് അബി. നമ്മുടെ കൗൺസിലുകൾ ആദ്യം ഊന്നൽ നൽകേണ്ടത് ലോകത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലേക്കാണ്. അതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യം അഥവാ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 1 ആയ അതിദാരിദ്ര്യ ഇല്ലായ്മ അല്ലെങ്കിൽ ദാരിദ്ര്യമില്ലായ്മ. UNDPയുടെയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് SDG ലോക്കലൈസേഷൻ അഥവാ ആഗോള ലക്ഷ്യങ്ങൾ പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കൽ വിജയിച്ചാൽ മാത്രമേ ദാരിദ്ര്യം ഇല്ലാതാകൂ എന്നത് തന്നെയാണ്. നീതി ആയോഗിന്റെ SDG സൂചികയിൽ കേരളം മുന്നിൽ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ ഇടപെടലുകൾ തന്നെയാണ്. നമുക്കിനി കേരളത്തിന്റെ ദൗത്യം എങ്ങനെ ആയിരിക്കണം, കേരളം എങ്ങനെ അതിദാരിദ്ര്യ മൈക്രോ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് പരിശോധിക്കാം. പുതിയ കൗൺസിലുകൾ ചെയ്യേണ്ടത് അതിദാരിദ്ര്യ ലിസ്റ്റിലുള്ള ഓരോ കുടുംബത്തിന്റെയും പുരോഗതി പ്രതിമാസം വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ്. വരുമാന സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് UK കൗൺസിലുകൾ സ്വീകരിക്കുന്ന ഒരു രീതി എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതായത് കൗൺസിലുകൾക്ക് ആവശ്യമായിട്ടുള്ള ചെറുകിട ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഈ കുടുംബത്തിലെ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുന്ന ഗ്രൂപ്പുകൾക്ക് നൽകുക. ഭവന സുരക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കിയിട്ട് UNDP നിർദ്ദേശിക്കുന്നത് പോലെ സുസ്ഥിരമായ വാസസ്ഥലം അഥവാ സേഫ് ഷെൽട്ടർ എല്ലാവർക്കും ഉറപ്പാക്കുക. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് മാലിന്യ പ്രശ്നത്തെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മാലിന്യ പ്രശ്നം വലിയ ചർച്ചാ വിഷയമാണ്. ഇന്ന് ശാസ്ത്രീയമായ പരിഹാരം ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പ്രമുഖ തിങ്ക് ടാങ്കുകളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം മാലിന്യ പരിപാലനം ഒരു ലാഭകരമായ സംരംഭമാക്കി മാറ്റിയാൽ മാത്രമേ വിജയിക്കൂ എന്നാണ്. ഇതിന് ജനപങ്കാളിത്തവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രോത്സാഹനവും വേണം, അഥവാ ഇൻസെന്റീവ്സും വേണം. നമുക്ക് UK മാതൃക എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വേസ്റ്റ് ഡേറ്റാബേസ് ആൻഡ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. മാലിന്യം കൃത്യമായിട്ട് സംസ്കരിക്കുന്ന പൗരന്മാരെ കണ്ടെത്താൻ കൗൺസിലുകൾ ഡിജിറ്റൽ ട്രാക്കിംഗ് ഉപയോഗിക്കുന്നു. ഈ പൗരന്മാർക്ക് കൗൺസിൽ ടാക്സിൽ ഇളവ് നൽകുകയോ പ്രാദേശിക കടകളിൽ ഉപയോഗിക്കാനുള്ള വൗച്ചർ നൽകുകയോ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് ഈ രീതി നടപ്പിലാക്കേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹരിതകർമ്മ സേനയുടെ വിവരങ്ങൾ സ്മാർട്ട് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് മാലിന്യ ശേഖരം കൃത്യമായി ട്രാക്ക് ചെയ്യുക. നികുതി ഇളവ്, മാലിന്യം കൃത്യമായി തരംതിരിച്ച് യൂസർ ഫീ കൃത്യമായിട്ട് അടയ്ക്കുന്ന വീടുകൾക്ക് വാർഷിക കെട്ടിട നികുതിയിൽ 5% വരെ ഇളവ് നൽകാൻ കൗൺസിലുകൾ തീരുമാനമെടുക്കണം. ഇത് ജനങ്ങളെ ശുചിത്വത്തിൽ പങ്കാളികളാക്കുക ചെയ്യുന്നത്. ഇതൊരു വലിയൊരു മുന്നേറ്റത്തിലേക്ക് സഹായകരമാകുന്ന ഒരു കാര്യം തന്നെയാണ്. സുതാര്യതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഭരണനിർവഹണം സുതാര്യവും അതുപോലെ തന്നെ വേഗത്തിലുമായിരിക്കണം. ഇതിന് ഡിജിറ്റൽ വൽക്കരണം അനിവാര്യമാണ്. ഭരണനിർവഹണത്തെ പറ്റി ലോകബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഓപ്പൺ ഗവൺമെന്റ് തത്വങ്ങൾ നടപ്പിലാക്കണമെന്ന് പറയുന്നു. അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് എപ്പോഴും ലഭ്യമായിരിക്കണം. നമുക്ക് UK മാതൃക എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ബേസിക്കലി ഒരു ഡിജിറ്റൽ കൺസൾട്ടേഷൻ അപ്രോച്ചസ് ആണ് UK സ്വീകരിക്കുന്നത്. ഇപ്പൊ UKയിലെ കൗൺസിലുകൾ പുതിയ പദ്ധതികളും അതുപോലെ തന്നെ തീരുമാനങ്ങളും ഒക്കെ കൗൺസിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ജനങ്ങളിൽ നിന്ന് ഈ ഓൺലൈൻ അഭിപ്രായങ്ങൾ അവർ തേടുകയും ചെയ്യുന്നു. ഇക്കാര്യം നമുക്ക് കേരളത്തിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
പുതിയ കൗൺസിലുകൾ ഇത് പൂർണ്ണമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. എങ്ങനെയാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു ഉദാഹരണം, നമുക്ക് കെ സ്മാർട്ട് സംവിധാനമുണ്ട് അല്ലെ, അത് എല്ലാ സേവനങ്ങളും 24 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് ഈ കെ സ്മാർട്ട് സംവിധാനത്തെ മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് കേരളത്തിലുള്ള പുതിയതായിട്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ പദ്ധതിയുടെ QR കോഡ്, കൗൺസിലിൽ നടപ്പാക്കുന്ന ഓരോ പദ്ധതിയുടെ സ്ഥലത്തും ഒരു QR കോഡ് സ്ഥാപിക്കുക, അല്ലെങ്കിൽ QR കോഡ് ബോർഡ് സ്ഥാപിക്കുക. ഇത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പദ്ധതിയുടെ പേരെന്താണ്, അതുപോലെ തന്നെ അനുവദിച്ച ഫണ്ട് എത്രയാണ്, കോൺട്രാക്ടർ ആരാണ്, അതുപോലെ തന്നെ പൂർത്തിയാക്കേണ്ട തീയതി എന്നൊക്കെയാണ്, അതുപോലെ തന്നെ പുരോഗതി എന്നീ കാര്യങ്ങൾ മലയാളത്തിൽ അറിയാൻ സാധിക്കണം. ഇത് ലോകോത്തര നിലവാരമുള്ള ഒരു സുതാര്യത ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരോഗ്യത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ ആരോഗ്യവും ക്ഷേമവും കൗൺസിലുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെയാണ്. നഗരത്തിലെ മലിനീകരണം കുറയ്ക്കാനും അതുപോലെ പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്താനും വേണ്ടി സൈക്കിൾ പാതകൾ, അതുപോലെ നടപ്പാതകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്ന് WHO അതുപോലെ UN ഏജൻസികൾ ശുപാർശ ചെയ്യുന്നു. ഇതിനെ ഗ്രീൻ ട്രാൻസ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. ഇത് UK എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. സുരക്ഷിത സൈക്കിൾ പാതകൾ ലണ്ടനിലെയും മറ്റ് നഗരങ്ങളിലെയും കൗൺസിലുകൾ കാർ ഉപയോഗം കുറയ്ക്കാൻ സുരക്ഷിതവും അതുപോലെ തന്നെ നന്നായിട്ട് പരിപാലിക്കുന്നതുമായ സൈക്കിൾ പാതകൾ സ്കൂളുകളിലെയും അതുപോലെ ജോലി സ്ഥലങ്ങളിലേക്കും ബന്ധിപ്പിച്ചു എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കേരളത്തില് ഈ ഗ്രീൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സുരക്ഷിതമായ നടപ്പാതകളും സാധ്യമെങ്കിൽ സൈക്കിൾ പാതകൾ ഒരുക്കുക. അതുപോലെ കുട്ടികൾക്ക് സൈക്കിൾ പഠിക്കാനും മുതിർന്നവർക്ക് നടക്കാനും സൗകര്യപ്രദമായിട്ടുള്ള ഗ്രീൻ വേ ഓരോ വാർഡിലും വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഔട്ട്ഡോർ ജിം. പൊതുവിടങ്ങളിൽ സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഒരു ഔട്ട്ഡോർ ജിം, അതുപോലെ തന്നെ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ട് പൊതുജനങ്ങളെ വ്യായാമത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലുകൾ ഫെസിലിറ്റേറ്റ് ചെയ്യുക വഴി മൊത്തത്തിലുള്ള ഒരു എൻറ്റയർ സിസ്റ്റത്തെ തന്നെ ഇത് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി പൊതുജന ആരോഗ്യം മെച്ചപ്പെടാൻ വളരെയധികം സഹായിക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി UK ഫണ്ട് മോഡലിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ പ്രാദേശിക കൂട്ടായ്മകൾക്ക് പണം കണ്ടെത്താനുള്ള വഴി എന്താണ്? UK എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കമ്മ്യൂണിറ്റി ഫണ്ടിംഗ് വിതരണം. ഇപ്പം ചെറിയ പ്രാദേശിക പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് കൗൺസിലുകൾ വലിയ ഫണ്ടുകൾ നേരിട്ട് ചെലവഴിക്കുന്നതിന് പകരം വാർഡുകളിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്ക് ഗ്രാൻഡ് ആയിട്ട് നൽകുന്നു. ഇപ്പൊ ഒരു കൗൺസിലർക്ക് തന്റെ ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം ഇത്തരത്തിൽ നൽകാൻ അധികാരമുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഈ രീതി നമുക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പുതിയ കൗൺസിലുകൾ ഇത് കേരളത്തിൽ നടപ്പിലാക്കണം നിർബന്ധമായിട്ടും. കാരണം ഇപ്പം അത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് സഹായകരമാകും. ഓരോ കൗൺസിലറും തങ്ങളുടെ വാർഷിക വികസന ഫണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക വാർഡ് മിഷൻ ഫണ്ട് ആയിട്ട് നീക്കി വെക്കുക. ഒരു തദ്ദേശ സ്ഥാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, ഇപ്പം അത് ക്ലബുകളായിരിക്കാം, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളായിരിക്കാം, സമർപ്പിക്കുന്ന ചെറുകിട പദ്ധതികൾക്ക് ഈ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കാൻ ഗ്രാമസഭയ്ക്ക് അധികാരം നൽകുക. ഇത് ജനപങ്കാളിത്തം ഉറപ്പാക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഇത്തരം സക്സസ്ഫുൾ ആയിട്ടുള്ള UK മോഡലുകൾ നമ്മുടെ നാട്ടിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റത്തിലേക്കാണ് നമ്മുടെ നാട് കുതിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരാൻ അതുകൊണ്ട് സാധിക്കും. ഇപ്പം UN-ന്റെയും അതുപോലെ തന്നെ തിങ്ക് ടാങ്കുകളുടെയും റിപ്പോർട്ടുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇത് തന്നെയാണ്. സുതാര്യത, സാമ്പത്തിക പ്രോത്സാഹനം, അതുപോലെ തന്നെ ജനകീയ പങ്കാളിത്തം. ഈ പുതിയ കൗൺസിലുകൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളും അതിലും വലിയ സാധ്യതകളുമാണ് തുറന്നിടുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡിൽ നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട പദ്ധതി ഏതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഗ്ലോബൽ ടോക്സ് വിത്ത് അബിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ടോക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.